പൂരി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഡയറ്റ് കീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കഴിക്കുന്നത് വളരെ അപൂർവമാണ്. എന്നിട്ട് ആവശ്യമില്ലാത്ത മറ്റു സാധനങ്ങളെല്ലാം കഴിക്കും കേട്ടോ. ഒന്നൊക്കെ കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞ പോലെ കേട്ടോ, അച്ഛന് ഷുഗറുണ്ട്. അമ്മ എങ്ങാനും ചായയിൽ ലേശം ഷുഗർ ഇട്ടാൽ ഉടനെ തുടങ്ങും അച്ഛൻ ബഹളം. എനിക്ക് ഷുഗർ ഉള്ളത് അറിഞ്ഞൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടോ അച്ഛൻ കാര്യമായിട്ട് മുട്ടായിയും മറ്റു സാധനങ്ങളൊക്കെ കഴിക്കും. അതുപോലെയാണ് എൻ്റെ അവസ്ഥ കേട്ടോ. നല്ല സാധനങ്ങളൊന്നും കഴിക്കില്ല ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്, ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കഴിക്കും. അതിന് ഡയറ്റ് ഒരു പ്രശ്നമേ ഇല്ല. ഇതെവിടെ സ്ഥലമൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ റബ്ബർ പുരയിടം 1-2 വീഡിയോസിൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അച്ഛനൊന്ന് വിസിറ്റിന് ഇറങ്ങിയതാണ്, എങ്ങനെ ഏതാന്നൊക്കെ ഉള്ളത്. വെട്ട് നടക്കുന്നുണ്ട്. ഷീറ്റായിട്ട് കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട്, ഷീറ്റ് അടിക്കാനും എടുക്കാനും പറക്കാനും ഒന്നും ആളില്ലാത്തത് കൊണ്ട് റബ്ബർ പാലായിട്ടാണ് വിൽക്കുന്നത് കേട്ടോ. അങ്ങനെ പാലായിട്ട് കൊടുത്താലും എടുക്കുന്നതുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പാലായിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ സ്ഥലം കൊടുക്കാനായിട്ട് ഇട്ടേക്കാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അച്ഛൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അച്ഛനെ വിളിച്ചാൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കും. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ആരും വാങ്ങാൻ വന്നില്ല എങ്കിൽ നമ്മൾ ഈ റബ്ബറിനെല്ലാം മുറിച്ചിട്ട് പ്ലോട്ട് തിരിച്ച് വില്ലാസ് പോലെ സെറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഐഡിയാസ് ഉള്ളവർക്കും വന്ന് നോക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ട്രിവാൻഡ്രം സിറ്റി ഫുൾ ഇതിൻ്റെ മുകളിൽ കയറിയാൽ കാണാൻ പറ്റും കേട്ടോ. അരുവിക്കര GV രാജ സ്കൂളിന് തൊട്ട് ചേർന്നിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ സ്കൂളും ഒക്കെ കാണാൻ പറ്റും. സ്കൂളെന്നല്ല, ട്രിവാൻഡ്രം സിറ്റി ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ചുമ്മാ ഇടയ്ക്ക് നമ്മുടെ ഒരു വസ്തുവിൻ്റെ പ്രൊമോഷൻ ഇട്ടതാണ്, പ്ലോട്ട് ഫോർ സെയിൽ. അത് കഴിഞ്ഞിട്ട് എന്താണ്, രാവിലത്തെ പരിപാടികളും ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാലും ഇപ്പോഴത്തെ പരിപാടി എന്ന് പറയുന്നത് വസ്ത്രയിൽ കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഇടുക എന്നുള്ളതാണ്. നമ്മുടെ ഇരിക്കുന്ന കളക്ഷൻസ് എല്ലാം മറ്റുള്ളവരിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇന്നലെ ഈ സാരി ഇട്ടു. ഇതിലെ സാരീസ് വീണ്ടും അവൈലബിൾ ആയതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ കരുതി ഈ റീലിൻ്റെ ഇടയിൽ കൂടി കുത്തിത്തിരിക്കാമെന്ന് കരുതി അങ്ങനെ കുത്തിത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 2-3 സാരീസ് വീണ്ടും അവൈലബിൾ ആണ്. 2-3 ഇപ്പം നമ്മൾ എടുത്തപ്പോൾ എല്ലാ പീസും നമ്മൾ മുന്നേ എടുക്കുമ്പോൾ 1-2 പീസൊക്കെ എടുക്കത്തുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് കാരണം അതിൻ്റെ തന്നെ സെയിം പീസസ് നമ്മൾ 2-3 ഷെയ്ഡ്സ് അല്ല 2-3 പീസ് എടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനി ഓരോ പീസ് വീതം അവൈലബിൾ ആണ്. ഈ 3 കളറിൻ്റെ ഓരോ പീസ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വാങ്ങുന്നെങ്കിൽ വാങ്ങട്ടെ എന്ന് എഴുതി. അപ്പോൾ അച്ഛൻ്റെ നമ്പറും വസ്ത്രയുടെ നമ്പറും എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. വേണമെന്നുള്ളവർക്ക് വേണമെന്നുള്ള നമ്പർ എടുത്തിട്ട് വിളിക്കാം കേട്ടോ. എന്നിട്ടെന്താണ്, ഞാനിങ്ങനെ നമ്മുടെ പുതിയ ഫോണിൻ്റെ സെൽഫി ക്യാമറ ഓൺ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മോന്തെല്ലാം ആകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. വേദ ഫുൾ റെസ്റ്റ് കേട്ടോ. 2 ദിവസത്തേക്ക് ഇനി ബുക്കഡ് പടി ഈ ഒരു വാക്ക് കേൾക്കണ്ടല്ലോ, അതിൻ്റെ സന്തോഷത്തിലാണ് വേദ. എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു, ഇനി അമ്മ എങ്ങനെ പറയും പടി എട് ബുക്ക് പൂജ വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ എന്തെങ്കിലും അതിൻ്റെ കാര്യം ചോദിച്ചാലും ഇനി 2 ദിവസത്തേക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചൂടാ എന്നാണ് വേദയുടെ